ത്രസിപ്പിക്കുന്ന ത്രില്ലർ മത്സരം കൂടി ക്വാർട്ടർ ഫൈനൽ അവസാനിപ്പിക്കുമ്പോൾ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും ഒടുവിൽ ഇത് അർജന്റീന കൂടി എത്തുമ്പോൾ അവസാന നിമിഷം വരെ ക്ലൈമാക്സ് ത്രില്ലറുകളാണ് നമ്മൾ ഓരോ മത്സരത്തിലും കണ്ടതല്ലേ? ഓ തീർച്ചയായും ഫൈനൽ എന്തായാലും അർജന്റീന കപ്പടിക്കും, യാതൊരു സംശയവും. അർജന്റീന കപ്പടിക്കും, കപ്പ് നിലനിർത്തുന്ന വിശ്വാസം അർജന്റീന ആരാക്കും. പക്ഷേ ഈ മഞ്ഞ ജേഴ്സിക്കാർക്ക് അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം പറയാലോ, ഇന്നിപ്പോ ഫുള്ള് പ്രസിംഗ് ഫുട്ബോൾ കളിച്ചു 100%. 10 പേര് വെച്ച് കളിക്കുമ്പോൾ സ്വാഭാവികമാണ് എങ്ങനെയാലും പ്രസിംഗ് ഫുട്ബോൾ നടക്കും. മറ്റേ ടീം സ്വിറ്റ്സർലാൻഡ് ഡിഫൻസിക്ക് നീങ്ങി. എന്താണ് ഇനി ബ്രസീൽ ആരാർക്ക് പ്രതീക്ഷ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം വരുമ്പോ? തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ജയിക്കും 100%. ഈ കളിയൊന്നും 100%. ഈ ടീമിന് ഈ കളിയൊന്നും വെച്ചിട്ട് ഒരിക്കലും. ഇംഗ്ലണ്ട് നല്ല ടീമല്ലേ? ഇന്ന് നോർവേന്റെ ആ കളി കണ്ടിരുന്നു നിങ്ങൾ? നല്ല കളിയായിരുന്നു ഇന്ന് കാഴ്ചവെച്ചത്. അതേപോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന പുറത്തു പോകും. ഇംഗ്ലണ്ട് ഫ്രാൻസ് ഒക്കെ കപ്പടിക്കുന്ന അവർ പറയുന്നത് ഫ്രാൻസിന്റെ ആരാധകൻ ഇവരടിക്കുന്നില്ല, ഇവരെ വിശ്വാസം അവരെ എന്നാലും അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഇനിയും പ്രതീക്ഷ നീളുകയാണ്. ലയണൽ മെസ്സിയും സംഘവും അമേരിക്കയിൽ തുടരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രതീക്ഷ. ഇംഗ്ലണ്ട് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. നമുക്കിനി സെമി ഫൈനലിലും കാണാനാവുന്നത് സസ്പെൻസ് ത്രില്ലറുകൾ തന്നെയാണ്. അവസാന വിസിൽ വരെയും ആ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ആരവങ്ങൾ ലോകമെമ്പാടും അലയടിക്കുമ്പോൾ മലപ്പുറം മഞ്ചേരിയിലും കോഴിക്കോട് പുതിയ പാലത്തും അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വലിയ ആവേശമാണ് അർജന്റീന ആരാധകർ. ഒരു കിരീട നേട്ടം എങ്ങനെയാണോ ആഘോഷിക്കുക അതുപോലെ തന്നെയാണ് ആ ഡാൻസിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ സ്വിറ്റ്സർലൻഡ് ഗോൾ മടക്കിയപ്പോൾ? കാരണം എന്താ പറയുക, നമുക്കറിയാതെ കളിയല്ലേ, കുറച്ച് സമയം എടുക്കും. ജയിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പായിട്ട്. ഞാൻ 3-1 എന്ന് പറഞ്ഞപ്പോൾ ഇന്നെ അവിടെ വെല്ലുവിളിച്ച ടീമുണ്ടായിരുന്നു. 119-119 മിനിറ്റിൽ ഗോൾ അടിക്കാത്തപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ. ഇപ്പൊ അവരൊന്നും എവിടെ പോയിന്ന് എനിക്ക് അറിയത്തില്ല. 110 ഓടിയിട്ട് കണ്ടം പോയി ഓടിയിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഇംഗ്ലണ്ട് പൊട്ടു 2-1 പൊട്ടു. അതിൽ നമ്മൾ മീശ പഠിച്ച് നടക്കുക. മാതൃഭൂമി ഉണ്ടല്ലോ, മീശ പഠിച്ച് നടക്കൂ. ആരെ എക്സ്പെക്ട് ചെയ്യാണ്ടുണ്ടോ? മീശ പഠിച്ച് നമ്മൾ നടക്കൂ. അർജന്റീനക്കാരാ? ഞാൻ അർജന്റീന അല്ല, ഞാൻ ബ്രസീലാ. കളി മൊത്തം കടിച്ച് എങ്ങനെയുണ്ട് അർജന്റീന? കളി ലാസ്റ്റിലേക്ക് പോലെ എങ്ങനെയോ ജയിക്കണ്ടേ, എങ്ങനെയാന്ന് എനിക്കറിയാം പഠിച്ചോനെ. പക്ഷെ ഇന്നത്തെ റഫറി ഒക്കെ ടീക്കായിരുന്നു. അർജന്റീന കളിച്ച് ജയിച്ചാണ്. 2-0 ഇംഗ്ലണ്ടിന് അടിക്കും. നമ്മള് ഒരു തർക്കം 90 മിനിറ്റിൽ പണിയാക്കും. പ്രതീക്ഷ ആത്മവിശ്വാസവും ഒക്കെ അത്രയും തന്നെ ഉണ്ട്. കിരീടം നിലനിർത്താൻ കഴിയുമെന്ന് ഉറച്ച് പ്രതീക്ഷിക്കുന്നു അർജന്റീനൻ ഫാൻസ് ഓരോരുത്തർ.